ഞാൻ അറിഞ്ഞ ഒരു വിഷയം, ഈ കുറുങ്കുഴൽ എന്ന് പറഞ്ഞ ഉപകരണം എവിടെ നിന്ന് വന്നു അന്വേഷിച്ച് നോക്കിയപ്പോൾ പരമശിവന് 5 മുഖമാണെന്നും തത്പുരുഷം എന്ന മുഖത്തിൽ നിന്ന് വായു ഉത്ഭവിക്കുന്നു. ആ വായു പ്രപഞ്ചത്തിലെ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. പ്രകൃതിയിൽ നിന്നും ചില ശബ്ദങ്ങളും പക്ഷികളുടെ ഭാഗത്തു നിന്ന് ചില ശബ്ദങ്ങൾ കൂട്ടി സമന്വയിച്ച് ഈ കുറുങ്കുഴലിൻ്റെ സ്വരങ്ങൾ സപ്തസ്വരം എന്ന് പറഞ്ഞ 7 സ്വരം ചിട്ടപ്പെടുത്തുന്നു. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഈ കുറുങ്കുഴൽ ആദ്യമായിട്ട് ഞാൻ ക്ഷേത്ര അടിയന്തര കാര്യങ്ങൾക്ക് വേണ്ടി അച്ഛൻ്റെ കൂടെ തുടക്കം കുറിച്ചത്. അന്നത്തെ വീട്ടിലത്തെ ജീവിതം ദുസ്സഹമായ ഒരു സാഹചര്യം, അതായത് ഭക്ഷണത്തിൻ്റെ പ്രശ്നം തന്നെ ആദ്യത്തെ കാര്യം. അങ്ങനെ പരിപാടികൾക്ക് പോകുമ്പോൾ തുച്ഛമായ പ്രതിഫലം ആഗ്രഹമില്ലേനും, പക്ഷെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ലേശം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ 2 നേരം നല്ല ഭക്ഷണം. 7ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി പഠനം അച്ഛൻ്റെ കൂടെ വീട്ടിൽ. അന്ന് ടൗസറിട്ട് ചമ്പരം പണിഞ്ഞ് പഠിക്കേണ്ട ഇത് അങ്ങനെയാണ്. ഒരു നല്ലൊരു കുഴക്കാരൻ ശ്രുതി മറയ്ക്കണം എന്നാണ് പറയുക. ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഊതും, ഈ കുഴലിങ്ങനെ ഊതിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ ശബ്ദം നിൽക്കാൻ പാടില്ല. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വായയിൽ കൊപ്പത്തണ്ട് വെച്ച് ഇങ്ങനെ ഊതിക്കൊണ്ട് നിൽക്കണം. നമ്മൾ ഇങ്ങനെ ഊതിക്കൊണ്ട് നിൽക്കുമ്പോൾ പോള വരിക. ഈ പോള നിൽക്കാൻ പാടില്ല. ഈ പോള നിൽക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ശ്വാസം മറഞ്ഞു എന്നാണ് കണക്ക്. ഞാൻ ഊതുമ്പോൾ എപ്പോൾ നോക്കിയാലും പോള നിൽക്കും. എനിക്ക് മറയ്ക്കാൻ അറിയില്ല. ഇങ്ങനെ ഊതിക്കൊണ്ട് കുറേ ഊതും, അപ്പം പിന്നെ ശ്വാസം കിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യം വലിച്ചു വീണ്ടും അങ്ങനെ നിൽക്കുന്ന സമയത്ത് അച്ഛൻ അടുത്തിരിക്കുന്നുണ്ടാവും, തൊട്ട് മുമ്പിലിരിക്കുന്നുണ്ടാവും. അദ്ദേഹം ഞങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് മറയണില്ല. അപ്പോൾ അങ്ങൊരു കൊപ്പത്തണ്ട് എടുത്തിട്ട് ആ കടഭാഗം കൊണ്ട് നല്ലൊരു അടി കിട്ടി തുടയുന്ന. വേദന നല്ലതായി. പിന്നെ അടിച്ചില്ല എന്നുള്ളൊരു മനോവശത്തിൽ ഞാൻ അവിടെ നിന്ന് എനിക്ക് ഓടി. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പഠിക്കും വേണ്ട, ഒന്നും വേണ്ട, എങ്ങനെയും ഈ മരിക്കണം എന്നുള്ളൊരു ചിന്തയായി എനിക്ക്. ടൗസറിട്ടിൻ്റെ ഓടണം, ഷർട്ടൊന്നുമില്ല. എല്ലാ പാടങ്ങളും കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോട്ടൂര് എന്ന സ്ഥലത്ത് റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ വന്നു നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ എൻ്റെ മനസ്സിലെന്താ വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൽ തലവെക്കണം. ട്രെയിൻ വരുമ്പോൾ ചാടാൻ നിൽക്കണം ഞാൻ. പെട്ടെന്ന് ട്രെയിൻ അടുത്ത് എത്തണോടി എൻ്റെ മനസ്സിൽ തോന്നി ഈ ട്രെയിൻ പോട്ടെ, അടുത്ത ട്രെയിനിലാവാന്ന്. അങ്ങനെ ഞാൻ പിന്മാറി. അവിടുന്ന് അടുത്ത ട്രെയിൻ വരാൻ കുറച്ച് നേരം നിന്നു, വിശന്നിട്ടും വയ്യ. അങ്ങനെ മനസ്സിൽ വീണ്ടും ഉദിച്ച വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കണ്ട, എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ വിഷമിക്കും, അപ്പോൾ അന്വേഷിച്ച് വരും. അപ്പോൾ അവരുടെ വിഷമം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് സന്തോഷം. എനിക്ക് അടി കിട്ടിയിട്ടുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 ദിവസം ഒളിച്ചിരിക്കാൻ വേണ്ടി ഇരിക്കാമെന്നുള്ള എൻ്റെ ഒരു അമ്മാവൻ്റെ കടയുണ്ട്, ഒരു ചായക്കട. ആ ചായക്കടയിലേക്ക് പോയി. അങ്ങനെ ഈ കടയിൽ കയറി. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ പോകുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ വീട്ടിലും തല്ലിയിട്ടാന്ന് തോന്നി. വീട്ടുകാർ തല്ലി എന്നെ പുറത്തേക്കാക്കി. ഞാൻ ഇവിടെ എന്താ ശരി ചായ കുടിച്ചോ എന്ന് പറഞ്ഞാൽ ചായ എടുക്കുമ്പോഴേക്കും അമ്മയ്ക്ക് എന്തോ പെട്ടെന്നൊരു ക്ലിക്ക് ഇന്ന സ്ഥലത്തുണ്ടാവും എന്നുള്ളത്. അമ്മ നേരെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ബസ് കയറി ഈ കടയിലേക്കാണ് വന്നത്. അമ്മ വന്ന് നേരെ പോയി ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ചട്ടക്കെടുക്കാനാ, ദോശ ഉണ്ടാക്കുന്ന ചട്ടക്കെടുത്ത് അടുപ്പിൽ വെച്ചു. അപ്പോൾ ആ ചട്ടകം കൊണ്ട് തന്നെ പൊള്ളിക്കാനാണ്. അപ്പം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് നേരെ അവിടെ നിന്ന് ഓടി. അപ്പം എൻ്റെ പിന്നാലെ അമ്മയും. അങ്ങനെ ഞാൻ ഓടണുണ്ട്. അമ്മ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഓടുന്നുണ്ട്, അവനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ കഴിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ പോയപ്പോൾ വലിയൊരു കുളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് നീന്തലറിയില്ല. അന്നൊരു കാര്യം ചെയ്യാം, എന്നാൽ കുളത്തിലേക്ക് ചാടി പരിപാടി അവസാനിപ്പിക്കാം എന്ന പരിപാടി. കുളത്തിൽ ചാടാൻ നിൽക്കുമ്പോഴേക്കും ആൾക്കാർ മുഴുവൻ വന്ന് പിടിച്ചവനെ വീട്ടിൽ നിർബന്ധമായി വീട്ടിൽ ഒരു ദിവസം കെട്ടിയിട്ടു എന്നൊക്കെ തന്നെ പറയാം. കുറേ ഉപദേശം കാര്യങ്ങളൊന്നും. പിന്നെ എനിക്ക് പെട്ടെന്ന് എന്തൊരു ബോധോദയം മാതിരി, ശരിയാണല്ലേ നമ്മൾ നന്നാവാനല്ലെങ്കിൽ ചെയ്യണേ എന്ന് അങ്ങനൊരു ഭാഗം വന്നാൽ പിന്നെ ആ ഉദ്യമത്തിൽ നിന്ന് ഞാൻ പിന്മാറണം. പിന്നെ ഈ ഫീൽഡിലേക്ക് കടക്കണം എന്നുള്ള ആഗ്രഹമായി. പിന്നെ വീണ്ടും അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അടി കിട്ടിയോടുകൂടി മറക്കലൊക്കെ പെട്ടെന്നായി. ഒരു 18 വയസ്സ് ആയ സമയത്ത് ഞാൻ യാദൃച്ഛികമായി പെരുമനം അപ്പുമാരാരുടെ കൂടെ പെരുമനം ദേശത്ത് ഒരു പറയ്ക്ക് വന്ന് പെടേണ്ട ഒരു സാഹചര്യം ബന്ധപ്പെട്ടു. നമ്മൾ പറഞ്ഞ അപ്പുമാൻ എന്ന് പറയുള്ളൂ. അദ്ദേഹത്തിന് ഗുരുവും
അച്ഛനും എല്ലാം കൂടിയാകുമ്പോൾ നമ്മൾ അത്രയ്ക്കൊരു സ്നേഹമുണ്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ അന്ന് ഒരു 4ാം സ്ഥാനക്കാരനോ ഒക്കെയാണ്, എനിക്ക് വലിയ ഓർമ്മയില്ല. പക്ഷേ വൈകിട്ട് മേളാവുമ്പോഴേക്കും എൻ്റെ ഉൾഭാഗത്ത് നിന്നാർന്ന 2-3 കുറുങ്കുഴൽ വായിക്കുന്ന വ്യക്തികൾ രാത്രി മേളത്തിന് ഉണ്ടായില്ല. എനിക്കാണെങ്കിൽ ഒന്നും അറിയില്ലേനും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതുമാതിരി മുമ്പിൽ വന്ന് പെടേണ്ട ഒരു സാഹചര്യം വന്ന് പെട്ടിരിക്കണം. അപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നന്ദനൻ നീ അവിടെ നിന്നോ, എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ മതി. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കാണ്, എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ മതി, ബാക്കിയൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ 3 മണിക്കൂർ ദൈർഘ്യമുള്ള പഞ്ചാരി മേളം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ആദ്യമായി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രമാണിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്ദനൻ ഞാൻ ഒരാളുടെ അടുത്തേക്ക് നിന്നെ വിടാം. കുട്ടമ്പണിക്കരെന്ന് പറഞ്ഞൊരാളുണ്ട്, കുറുങ്കുഴലിൻ്റെ ഏറ്റവും വലിയൊരാളാണ്. അങ്ങനെ പല്ലാവൂർ പുരസ്കാരം നേടിയിട്ടുള്ള ശ്രീ കൊമ്പത്ത് കുട്ടപ്പണിക്കരെ അടുത്ത് ഞാൻ യാദൃച്ഛികമായിട്ട് പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഇന്ന് പെടുന്നു. 4 വർഷം കഴിഞ്ഞ് അരങ്ങേറ്റം വീണ്ടും ശ്രീ പാതിരിക്കോട്ട് ക്ഷേത്രത്തിൽ നടത്തി. ചെണ്ടമേളത്തിൽ ഇടന്തലയാണ് പ്രമാണമെങ്കിലും തത്തുല്യമായ സ്ഥാനമാണ് കുഴലിനുമുള്ളത്. ഇത് നന്ദനൻ കുഴൽക്കാരനായി വരുമ്പോൾ ചെണ്ടമേളത്തിൻ്റെ ഒരു ഗാംഭീര്യവും അതിൻ്റെ ഒരു സൗന്ദര്യവും വളരെയേറെയാണ്. നമ്മൾ ഒരു മേളത്തിന് നിൽക്കുമ്പോൾ മേളം മാത്രമേ ശ്രദ്ധിക്കാൻ പാടുള്ളൂ, അതിൻ്റേത് ഗൗരവം. യുവതലമുറയിലുള്ള പെരുവന സതീശൻ, ശങ്കരനാരായണൻ, ചെറുശ്ശേരി കുട്ടന്മാരാർ, ഇവരൊക്കെ നമ്മളൊക്കെ പരിപാടിക്ക് പറഞ്ഞ് അവർക്ക് 100% താല്പര്യമാണ്. നന്ദനെ പറ്റി പറയുകയാണെങ്കിൽ മേളത്തിൽ ഇന്നിപ്പോൾ കൊടകര ശിവറാം നായർക്ക് ശേഷം അടുത്ത പ്രമാണി ആരാന്ന് ചോദിക്കേണ്ട. മേളത്തിന് നിൽക്കുമ്പോൾ മേളംകുട്ടം പ്രമാണിയുടെ ഭാഗങ്ങളും പകുതി കുറുങ്കുഴൽക്കാരൻ്റെ പങ്കാണ്. എല്ലാ മേളപ്രമാണിമാരും ഒരുപോലെ കണ്ട് അവർക്ക് വേണ്ടതായ മേളത്തിന് വേണ്ടതായ സഹായങ്ങൾ കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്തു കൊടുത്ത് ഇന്ന് തൃശ്ശൂരടക്കം എലിഞ്ഞിത്ര മേളത്തിൽ നന്ദൻ ഇന്ന് പ്രമാണിയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട മേളങ്ങൾക്കൊക്കെ നന്ദനൻ ഇന്ന് ഒരു കുറുങ്കുഴൽ പ്രമാണിയായി വളർന്നു. കുഴൽ പിടിച്ചൊരു സിഗരറ്റിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നൊരു ഭാഗമുണ്ട്. ഇത് കഴിഞ്ഞാൽ നേരെ കുമ്പിട്ട് നിന്നിട്ട് ഒരു മിന്നിക്ക് കാണിക്കുന്നുണ്ട്. കുഴൽ മിന്നാന്ന് പറയും ഇതിന്. ആ ഭാഗം വരുമ്പോഴാണ് കലാശെടുക്കുക. പിന്നത്തെ ഒരു 4 അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കലാശെടുക്കേണ്ട സമയമായി. അത് നേരെ കുമ്പിട്ട് സിഗരറ്റിൽ കാണിച്ചു കൊടുക്കും. അതാണ് കുറുങ്കുഴൽക്കാരൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അത് ഞാൻ എല്ലാ വാദ്യക്കാരുടെ കൂടെയും ഞാൻ പരിപാടിക്ക് പോകും. ഏറ്റവും കൂടുതൽ പോകുന്നത് പെരുവനം കുട്ടേട്ടൻ്റെ കൂടെയാണ്. അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠനും ഒരു ഗുരുനാഥൻ കൂടിയായി കണക്കാക്കുന്ന ശ്രീ കുട്ടന്മാരാർ. എന്നെ സംബന്ധിച്ചിടത്തോളം വേനൽക്കാലത്ത് കിട്ടുന്ന പൈസ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വർഷകാലം കൂടിയും കഴിക്കാമെന്നുള്ള ഏർപ്പാടിലാണ്. ഇനിയും നമുക്ക് വലിയ ആഗ്രഹങ്ങളും ഒന്നുമില്ല. ഇതേമാതിരി എനിക്ക് വലിയ അസുഖങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലാതെ എനിക്ക് 2 പെൺകുട്ടികളാണ്. അവരുടെ ഭാവി ജീവിതം, വീട്ടിൽ സന്തുഷ്ടമായുള്ള ജീവിതം, ആർഭാടങ്ങളില്ലാത്തൊരു ജീവിതം ആഗ്രഹിക്കുകയാണ്.